നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ബോബി കൃഷ്ണ. ഞാൻ തിരുവനന്തപുരത്ത് സ്കിൻ ആർട്ട് എന്ന ഹോസ്പിറ്റലിലെ സ്കിൻ കൺസൾട്ടൻ്റാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ചർമ്മരോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമായിട്ടുള്ള സോറിയാസിസിനെ കുറിച്ചാണ്. സോറിയാസിസ് നമ്മുടെ നാട്ടിൽ പലർക്കും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് രോഗികൾക്ക് തന്നെ പലർക്കും അത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവുള്ള രോഗമാണ്. കാരണം അത് കോമൺ ആണ്, പലർക്കും അത് അറിയാം. പണ്ട് ഇതിനെ സർപ്പദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ചികിത്സ എടുക്കാതെ ഈ വരുന്ന രോഗികളെ മാറ്റി നിർത്തുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ രോഗം കാരണം പലരുടെ ഇടയിലുണ്ട്. പക്ഷേ ഈ ഒരു രോഗം ഒരു ജീവിതശൈലി രോഗമാണ്. ഇതിനെ വളരെ കൃത്യമായിട്ട് ചികിത്സ എടുത്ത് നമുക്കൊരു പാടുമില്ലാതെ മാറ്റി കൊണ്ടുപോകാമെന്നുള്ളത് ഇപ്പോഴും പലർക്കും അതറിയില്ല. അപ്പോൾ ആ ഒരു അവബോധം നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു ചുമതലയാണ് ഞാൻ ഇന്നിവിടെ നിർവഹിക്കുന്നത്. സോറിയാസിസ് എന്താണ്? സോറിയാസിസ് നമ്മുടെ ശരീരത്തിലെ ചർമ്മത്തിന് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഒരു സെൽ ഡിവിഷൻ ഉണ്ട്. സാധാരണ രീതിയിൽ നമ്മുടെ ചർമ്മം വളരുന്നതും അത് ഷെഡ് ചെയ്ത് പോകുന്നതും ഒരു 30 മുതൽ 34 ദിവസം കഴിയുമ്പോഴാണ് ഡെഡ് സ്കിന്നായിട്ട് അത് ഇളകിപ്പോകുന്നത്. സോറിയാസിസ് ഉള്ള ഒരു പേഷ്യൻസിന് ഇത് ഈ ഈ ഒരു പ്രക്രിയ 10 ടൈംസ് കൂടുതലായിരിക്കും. അതായത് ഒരു 2 മുതൽ 3 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഈ ചർമ്മം ഇളകി പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ചർമ്മം ഒരുപാട് ശൽക്കങ്ങളായിട്ട് സ്കെയിൽസ് ആയിട്ട് ഇങ്ങനെ ശരീരത്തിൽ ഇളകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പാട പോലെ കിട്ടുകയും അത് വെളുത്ത നിറത്തിലുള്ള സ്കെയിൽസ് ആയിരിക്കും ശരീരത്തിൽ കാണുന്നത്. അപ്പോൾ അതിന് ചുറ്റും ഒരു നീർക്കെട്ട് വരുമ്പോൾ ചുവന്ന പാടുകൾ കാണുകയും, പക്ഷേ നമ്മുടെ സ്കിൻ കളറിലെ ചുവപ്പ് വലുതായിട്ട് പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ട് കൂടുതലും ഈ ചർമ്മത്തിന് കട്ടി വയ്ക്കുക, പാടുകൾ ഇങ്ങനെ തുളി ഇളകി പോവുക എന്നുള്ളത് മാത്രമേ കാണത്തുള്ളൂ. പലപ്പോഴും വെളുത്ത ആൾക്കാരിൽ മാത്രമേ ഈ ചുവന്ന പാടുകൾ കാണത്തുള്ളൂ. ഇങ്ങനെ ഈ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന രോഗത്തിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് സോറിയാസിസ് എന്ന് പറയുന്നത്. സോറിയാസിസ് പലതരത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ മൊത്തമായിട്ട് സോറിയാസിസ് ഉണ്ടാകുന്ന സോറിയാസിസ് വൾഗാരിസ്, അല്ലെങ്കിൽ കൈകളിലും കാലിലും വരുന്ന പാമോപ്ലാന്റർ സോറിയാസിസ്, തലയോട്ടിയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന സ്കാൽപ് സോറിയാസിസ്, നഖത്തിൽ ബാധിക്കുന്ന നെയിൽ സോറിയാസിസ്, പിന്നെ ഇൻഫെക്ഷൻ കാരണം കൊച്ചുകുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഗട്ടേറ്റ് സോറിയാസിസ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സോറിയാസിസുകളുണ്ട്. അപ്പോൾ എന്താണ് ഈ സോറിയാസിസിൻ്റെ കാരണം? നേരത്തെയൊക്കെ നമുക്ക് സോറിയാസിസിൻ്റെ കാരണം തിരിച്ചറിയാൻ പറ്റാത്തപ്പോൾ ഇതൊരു ഇൻഫെക്ഷൻ കാരണമാണ്, ജീവിതശൈലി രോഗം ആണെന്നുള്ള ഒരു കൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇത് മനസ്സിലാകുന്നുണ്ട്, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അതിന് നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് ആണ്. പല ഈ അസുഖങ്ങളും കൂടുതലും കാണുന്ന വണ്ണമുള്ള ആൾക്കാരിൽ, പൊണ്ണത്തടിയുള്ള ആൾക്കാരിലാണ് സോറിയാസിസ് കൂടുതലും ഇപ്പോൾ കണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് ശരീരത്തിലെ തന്നെ ഒരു ശ്വേത കോശം, TH17 മീഡിയേറ്റഡ് ഡിസോർഡർ എന്നാണ് അതിനെ പറയുന്നത്. ശ്വേത അണുക്കളുടെ പേരാണ് TH17 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോശങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സോറിയാസിസ്. അപ്പോൾ ഇതിൽ നമുക്ക് ശരീരത്തിൻ്റെ തൊലിയിൽ നീർക്കെട്ടുണ്ടാകുന്നത് പോലെ തന്നെ ചികിത്സ എടുത്തില്ലെങ്കിൽ ആന്തരികമായിട്ടും നീർക്കെട്ടുണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് ഇത് നമ്മുടെ കരളിനെ ബാധിക്കാറുണ്ട്, ഹൃദയത്തെ ബാധിക്കാറുണ്ട്, നമ്മുടെ സന്ധികളെ ബാധിക്കാറുണ്ട്. ഇതിൽ കരളിനെയും ഹൃദയത്തെയൊക്കെ ബാധിക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ സന്ധികളെയും നഖത്തിനെയൊക്കെ ബാധിക്കുന്നത് വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഒരു 30-33% ആൾക്കാരിൽ സോറിയാസിസ് ഉള്ളവരിൽ സോറിയാസിസ് കാരണമുള്ള സോറിയാസിസ് വാതം വരാറുണ്ട്. ഇപ്പോൾ സോറിയാസിസ് എന്ന് പറഞ്ഞ ത്വക്കിൽ വരുന്ന ഒരു അസുഖത്തിനെ നമുക്ക് വളരെ പെട്ടെന്ന് ചികിത്സ എടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു വാതമായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ എടുക്കുന്നതിന് നമുക്ക് പരിധിയുണ്ട്. കാരണം പലപ്പോഴും അത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സോറിയാസിസിനെ ചികിത്സിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ? ഞാൻ പറഞ്ഞു, സോറിയാസിസ് കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു ലക്ഷണങ്ങൾ കണ്ട് പലർക്കും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രക്തപരിശോധന ചെയ്യുക. കാരണം കാണുമ്പോൾ തന്നെ മിക്കപ്പോഴും ഇത് സോറിയാസിസ് ആണെന്ന് ഡോക്ടർ നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഡയഗ്നോസിസ് ക്ലിനിക്കലി തന്നെ കിട്ടും. വളരെ ചുരുക്കം ചില ആൾക്കാരിൽ നമുക്ക് ചില മിസ്മാച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബയോപ്സി എടുക്കേണ്ടതായിട്ട് വരും, ഇത് സോറിയാസിസ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ബയോപ്സിയിൽ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് കൺഫേം ചെയ്യാനും പറ്റും. ബയോപ്സി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ സോറിയാസിസിൻ്റെ ചികിത്സാ രീതികൾ പല രീതിയിലാണ് നമ്മൾ അവലംബിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതി ഫോട്ടോതെറാപ്പി, അല്ലെങ്കിൽ പൂവ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചികിത്സാ രീതിയാണ്. അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് വളരെ കുറവാണ്. സൂര്യരശ്മിയിൽ നിന്ന് തന്നെ നമ്മുടെ ശരീരത്തിനെ ഈ ഫോട്ടോതെറാപ്പി വെച്ചിട്ട്
അല്ലെങ്കിൽ പ്രത്യേകതരം മെഷീനിൽ നിന്ന് അൾട്രാവയലറ്റ് രശ്മി എ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് ബി രശ്മികൾ നമ്മുടെ ശരീരത്തിലോട്ട് എക്സ്പോസ് ചെയ്തിട്ട് ചികിത്സിക്കുന്ന രീതിനെയാണ് ഫോട്ടോതെറാപ്പി എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ചികിത്സിക്കാം. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളിലാണെങ്കിലും ഗർഭിണികളിലാണെങ്കിലും സോറിയാസിസ് വരുമ്പോഴൊക്കെ ഈ ചികിത്സ നമുക്ക് ഫലവത്തായിട്ട് കൊടുക്കാറുണ്ട്. അപ്പം മരുന്നുകൾ പോലും ഉള്ളിലോട്ട് വേണ്ടി വരത്തില്ല. രണ്ടാമത്തെ ഒരു ചികിത്സാ രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരത്തിൻ്റെ 10% താഴെയാണ് സോറിയാസിസ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ പാടുകളേ ഉള്ളൂ, തലയിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പുരട്ടുന്ന ലേപനങ്ങൾ, അത് പൊതുവേ സ്റ്റിറോയിഡ് ലേപനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിറോയിഡ് ലേപനങ്ങൾ ഒരു പ്രാവശ്യം നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ പേഷ്യൻസ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിന് ഫലം കിട്ടുമ്പോഴത്തേക്ക് ഇവർ സ്വന്തമായി ഈ ലേപനങ്ങൾ സ്വയം ചികിത്സിക്കാനായിട്ട് തുടങ്ങും. അതാണ് എനിക്കിവിടെ അത്യാവശ്യമായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത്. ഒരു മരുന്ന് ഇത്ര ദിവസം, ഒരു 2 ആഴ്ച മുതൽ 6 ആഴ്ചയ്ക്ക് മേളിൽ നമ്മൾക്ക് ഇതേ മരുന്ന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല സോറിയാസിസിന്. കാരണം സോറിയാസിസ് കുറയുന്നതിനനുസരിച്ച് തന്നെ മരുന്നുകൾ നമ്മൾ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഈ മരുന്ന് കാരണമുള്ള സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ചികിത്സ എടുക്കുകയും വേണം, മരുന്ന് കാരണമുള്ള ദോഷം ഒട്ട് വരാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചർമ്മരോഗ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ചികിത്സ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പാടില്ല. പലപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, 10% മേളിൽ നമുക്ക് സോറിയാസിസ് ഉണ്ടെങ്കിൽ പുരട്ടുന്ന ലേപനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചികിത്സ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പലരും അപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പുരട്ടുന്ന ലേപനം കുറച്ച് കൂടുതലായിട്ട് പുരട്ടാനായിട്ട് തുടങ്ങും. പക്ഷേ അതും നമ്മുടെ ശരീരത്തിൽ ചർമ്മത്തിൽ മാത്രം പുരട്ടി എന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് മരുന്ന് പോകാതിരിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിൽ ഒരു പരിധിക്ക് മേളിൽ ഒരു 30% 40%-ോട്ടൊക്കെ നമ്മൾ സ്കിന്നിലാണെങ്കിലും മരുന്ന് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ രക്തത്തിലോട്ട് മരുന്ന് ചെല്ലുകയും അതിൻ്റെ ഡാമേജസ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഉള്ളിലോട്ട് കഴിക്കേണ്ട സമയത്ത് ഉള്ളിലോട്ട് മരുന്ന് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് നമ്മുടെ ചർമ്മത്തിൽ എത്ര ശതമാനം ഉണ്ട്, നിങ്ങൾക്ക് സോറിയാസിസ് മാത്രമേ ഉള്ളോ, സോറിയാസിസിൻ്റെ വാദമുണ്ടോ, സോറിയാസിസിൻ്റെ മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി ബ്ലഡ് പാരാമീറ്റേഴ്സും നമ്മൾ അസസ് ചെയ്യണം. കാരണം നമ്മൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ, കരളിൻ്റെയും ലിവറിൻ്റെയും നമ്മുടെ കിഡ്നിയുടെയും ഒക്കെ ഫങ്ഷൻസ് കൃത്യമായിട്ട് അസസ് ചെയ്തിട്ട് മാത്രമേ മരുന്നുകൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതും നമ്മൾ നോക്കിയിട്ട് മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 മുതൽ 12 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മരുന്നുകളിലും നമുക്ക് സോറിയാസിസ് വളരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 5 മുതൽ 10% ആൾക്കാരിൽ പുരട്ടുന്ന മരുന്നിലോ ഒന്നും സോറിയാസിസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ സോറിയാസിസ് വളരെ കൂടുതലായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. അവർക്ക് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നീങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, ലേറ്റസ്റ്റ് എന്ന് ഇനിയും പറയാൻ പറ്റില്ല, അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വന്നിട്ട് 10 വർഷത്തിന് മേളിലായി, ബയോളജിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ന്യൂജനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. ബയോളജിക്കൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള സോറിയാസിസിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റാറുണ്ട്. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബയോളജിക്കൽസ് ഉപയോഗിക്കണമെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. ഇല്ല, നമുക്ക് കൺട്രോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് മരുന്നുകളിലോട്ടും നമുക്ക് മാറ്റാൻ പറ്റും. ഇതാണ് സോറിയാസിസിൻ്റെ ചികിത്സാ രീതികളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ള, സോറിയാസിസ് ഉള്ള ഒരാൾ ഒരിക്കലും സ്വയം ചികിത്സ എടുക്കരുത്. തെറ്റിദ്ധാരണകൾ മാറ്റുക. കാരണം ഇതൊരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പകർച്ചയുണ്ടാകുകയോ സോറിയാസിസ് കാരണം നമുക്ക് മറ്റ് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഇൻഫെർട്ടൈൽ ആകുകയോ, ഇങ്ങനെ ഒരുപാട് മിഥ്യാധാരണകൾ, തെറ്റിദ്ധാരണകളുണ്ട് സോറിയാസിസുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം സോറിയാസിസ് ഉള്ളവർ വെയിലത്തോട്ട് പോകാൻ പാടില്ല, അവരെ ജോലിക്കെടുക്കാൻ പാടില്ല, പകർച്ചവ്യാധിയാണെന്ന്. അപ്പോൾ അങ്ങനത്തെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റുക. ഇത് മറ്റ് ത്വക്ക് രോഗങ്ങളെ പോലെ തന്നെ കുറച്ച് ക്രോണിക് ആയിട്ടുള്ള, ഒരു നോൺ കണ്ടീജിയസ് ആയിട്ടുള്ള, മറ്റുള്ളവരിലോട്ട് പകരാത്ത നീർക്കൊട്ടുണ്ടാകുന്ന ഒരു അസുഖം മാത്രമാണ്. ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖമാണ്. അതുകൊണ്ട് തന്നെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതശൈലിയിൽ നമ്മൾ റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. മട്ടൺ, ബീഫ് അങ്ങനത്തെ സാധനങ്ങൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ചില ആൾക്കാർക്ക് നമുക്ക് ഈ ഞണ്ട്, കൊഞ്ച്, ചൂര, അയല, മുട്ടയൊക്കെ കഴിക്കുമ്പോഴും കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അവർക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അതും അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും. പിന്നെ നമ്മൾ പറയുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള സ്ട്രെസ്സുകളാണ്. മാനസിക സ്ട്രെസ് ആണെങ്കിലും ശാരീരിക സ്ട്രെസ് ആണെങ്കിലും സോറിയാസിസ് കൂട്ടും. വെതറിലുള്ള ചേഞ്ചസ് ആണെങ്കിലും സോറിയാസിസ് കൂട്ടും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. വെതറിലെ ചേഞ്ചസും മാനസിക സ്ട്രെസ്സും അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരുന്നതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതശൈലി നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് മാറ്റുക.
എന്നിട്ട് മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഒരു കാംനെസ്സിന്, ഒരു മെഡിറ്റേഷന്, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ലെവലും കുറയ്ക്കാൻ പറ്റും. ആ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് തന്നെ നമുക്ക് ചികിത്സയോടൊപ്പം തന്നെ ഈ ജീവിതശൈലി മാറ്റങ്ങളും കൊണ്ടുവന്ന് സോറിയാസിസിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും. നിയന്ത്രിക്കാനേ പറ്റത്തുള്ളൂ. സോറിയാസിസ് രോഗത്തിനെ ഇതുവരെ പൂർണ്ണമായിട്ട് ചികിത്സിക്കാൻ പറ്റില്ല. പല വാഗ്ദാനങ്ങളും പലയിടത്തും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇതുവരെ അതിനെ ചികിത്സിച്ച് മാറ്റാനായിട്ടുള്ള മരുന്നുകളൊന്നും വന്നിട്ടില്ല. പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഭാവിയിൽ അത് വരട്ടെ എന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ ഞാനും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.